ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ തോമസ് ആണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ലെസൺ ആണ് എ പീസ് ഓഫ് സ്ട്രിംഗ് അല്ലേ. ഗീഡെ മൊപ്പസാങ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം അത് ചെയ്തു എന്ന് മറ്റുള്ളവർ കുറ്റം ആരോപിക്കുമ്പോഴുള്ള ആ ഒരു പെയിന്, ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റോറിയിൽ മുഴുവനായിട്ടും പറയുന്നത്. ആൻഡ് ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഹോച്ച്കം ആണ് കേട്ടോ. യെസ്, സോ നമ്മൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഈ ഒരു ലെസൺ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ താഴെ കമന്റ് ഒന്ന് പറയും കൂടെ ചെയ്യണം കേട്ടോ. യെസ്, സോ ആദ്യം തന്നെ നമ്മുടെ സ്റ്റോറി ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഒരു മാർക്കറ്റ് ഡേ ആണ് കേട്ടോ. ഗോഡവീൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മാർക്കറ്റ് ഡേ ആണ് ആദ്യം തന്നെ കാണിക്കുന്നത്. പെസൻസ് ആൻഡ് their wives are coming from nearby villages with animals and goods to sell. സോ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനുമായിട്ട് ഒരു മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പെസൻസ്, അതായത് കൃഷിക്കാരും അവരുടെ ഭാര്യമാരും എല്ലാവരും കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള, സോ നിങ്ങൾ ആ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞതിന്റെ സെയിം ആയിട്ടുള്ള ഒരു വേർഡാണ് പ്രൊട്ടാഗണിസ്റ്റ് കേട്ടോ. സോ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ഹോച്ച്കം അങ്ങോട്ട് വരികയാണ്. An old peasant from the village of Brot arrives at Godaville and walks toward the public square. സോ അദ്ദേഹം ആ ഒരു പബ്ലിക് സ്ക്വയറിലേക്ക്, ആ ഒരു പൊതുചതുരത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം നിലത്ത് എന്ത് കാണുകയാണ്? ഒരു പീസ് ഓഫ് സ്ട്രിങ് കാണുകയാണ് കേട്ടോ. ഒരു നൂലിന്റെ കഷ്ണം കാണുകയാണ്. On his way he notices a small piece of string on the ground. Being thrifty and believing that nothing useful should be wasted, he bends down to pick it up. അപ്പം ഉപകാരമുള്ള സാധനങ്ങളൊന്നും വെറുതെ ആയി പോകരുത് എന്ന് നിർബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു ആര്? നമ്മുടെ ഹോച്ച്കം. സോ അത് അന്നേരം വിചാരിക്കുകയാണ് ഈ നൂല് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്ത് ചെയ്യണം? അതെടുത്ത് കയ്യിൽ ചുറ്റി വെക്കുകയാണ്. ഇത് ചുറ്റി വെക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വേറൊരു പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണ്? മാലൻഡൈൻ ആണ് കേട്ടോ. പേരോർത്ത് വെക്കാൻ മക്കളെ, മാലൻഡൈൻ. കണ്ട, മാലൻഡൈൻ ആണ്. സോ മാലൻഡൈൻ ആക്ച്വലി നമ്മുടെ ഹോച്ച്കമിന്റെ റൈവൽ ആണ്. റൈവൽ എന്ന് പറഞ്ഞാൽ ശത്രു. ഓക്കെ, ഹാർനസ് മേക്കർ എന്ന് പറഞ്ഞതാണ് കുതിരേന്റെ നമ്മുടെ കടിഞ്ഞാൺ ഉണ്ടാവില്ല, അതിനാണ് നമ്മൾ ഹാർനസ് എന്ന് പറയാം. സോ ഈ ഹാർനസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ആര്? ഈ പറഞ്ഞ മാലൻഡൈൻ. അപ്പം ആൻഡ് ഹോച്ച്കംസ് എനിമി, ഓക്കെ, അദ്ദേഹം ആരാണ്? ഹോച്ച്കമിന്റെ റൈവൽ അല്ലെങ്കിൽ ശത്രുവാണ്. സീസ് ഹിം പിക്കിംഗ് അപ്പ് ദ സ്ട്രിങ്. Feeling embarrassed to be seen by Malandane, Hotchcom quickly hides the string in his pocket. അപ്പം ആ സമയത്ത് ഹോച്ച്കമിന് ഭയങ്കര നാണക്കേട് തോന്നുകയാണ് കേട്ടോ. ഹോച്ച്കം വിചാരിക്കണം, ഈ ഒരു നൂല് പെറുക്കി എടുക്കുന്നത് അവൻ കണ്ടല്ലോ എന്നുള്ള ആ ഒരു നാണക്കേടുണ്ട്. പുള്ളി എന്ത് ചെയ്യണം? ആ നൂലെടുത്ത് പോക്കറ്റിലിട്ടിട്ട് വേറെ എന്തോ ഒന്ന് അവിടെ തിരയുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യാണ്, പുള്ളി ആക്ട് ചെയ്യാണ്. അങ്ങനെ ആ ഒരു മാർക്കറ്റ് ഡേന്റെ എൻഡായി. അതിനുശേഷം എല്ലാവരും അവിടെയുള്ള ടാവേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് ഒരു ടാവേൺ കേട്ടോ. സോ ഈ മാർക്കറ്റ് ഡേക്ക് ശേഷം എല്ലാവരും ആ ഒരു ടാവേണിലേക്ക് പോവാണ്. ഹോച്ച്കം goes to the tavern and joins other peasants who are eating and chatting about crops and weather. സോ അവിടെ നിന്ന് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ എപ്പോഴും പറയുന്നുണ്ട് അതിനകത്ത് ഈ കയറുന്ന സമയത്ത് നല്ല ആ സ്മോക്ഡ് മീറ്റിന്റെയും അല്ലെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ അന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ വെതർ എങ്ങനെയാണ് അല്ലെ, ഏതൊരു കൃഷി കഴിഞ്ഞാലാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ പെട്ടെന്ന് ഒരു പബ്ലിക് ക്രയർ വരുന്നത്. ആരാണ് ഒരു പബ്ലിക് ക്രയർ എന്ന് പറഞ്ഞാല്? അനൗൺസ്മെന്റ്സ് ഒക്കെ പറയുന്ന, വിളംബരങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ. സോ പുള്ളി അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. Suddenly the town crier beats his drum and announces that a black leather pocket book containing 500 francs and some papers has been lost. So നിങ്ങൾ ഇനി നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. യെസ്, a black leather pocket book. എന്തോ ഒരു സാധനം മിസ്സായിട്ടുണ്ട്. എന്താണ്? ഒരു ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക് ആണ്, ഒരു വാളറ്റ് കേട്ടോ. അത് മിസ്സായിട്ടുണ്ട്. അതിനകത്ത് 500 francs പൈസയാണ് കേട്ടോ. അത്രയും പൈസ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് സം പേപ്പേഴ്സ്, കുറച്ച് പേപ്പേഴ്സും 500 francs അടക്കിയിട്ടുള്ള ഒരു ബ്ലാക്ക് ലെതർ ബുക്ക് മിസ്സായിട്ടുണ്ടെന്ന് പറയാണ്. സോ ഇത് ആർക്കാണോ കിട്ടുന്നത് അവര് മേയറിന്റെ ഓഫീസിൽ ഏൽപ്പിക്കണം എന്നുള്ളൊരു വിളംബരം, ഒരു അനൗൺസ്മെന്റ് അവിടെ പബ്ലിക് ക്രയർ നടത്തുകയാണ്. ആൻഡ് ആൾക്കാർ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാണ്? നമ്മുടെ ഹോച്ച്കമിനെ സമ്മൺ ചെയ്യാണ്. അദ്ദേഹം പറയാണ് എന്താണ്, ഹി ഹാസ് ടു ഗോ ആൻഡ് മീറ്റ് ദ മേയർ, അല്ലെ, മേയറിനെ പോയി കാണണം എന്ന് പറയാണ് കേട്ടോ. സൂൺ ആഫ്റ്റർ എ പോലീസ്മാൻ അറൈവ്സ് അറ്റ് ദ ടാവേൺ ആൻഡ് കോൾസ് ഹോച്ച്കം ടു മേയേഴ്സ് ഓഫീസ്.
ഹോച്ച്കം ഇസ് സർപ്രൈസ്ഡ് ആൻഡ് വറീഡ്. സോ ഇത് കണ്ട സമയത്ത് ഹോച്ച്കം ഭയങ്കര സർപ്രൈസ്ഡ് ആവാണ്, എന്തിനാ എന്നെ മേയർ വിളിപ്പിച്ച എന്ന് വിചാരിക്കാണ് കേട്ടോ. അങ്ങനെ പുള്ളി മേയറിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള ഒരു കുറ്റം ആയിരുന്നു. ഹി വാസ് അക്യൂസ്ഡ് ഓർ ഹി വാസ് ബീങ് അക്യൂസ്ഡ്. എന്തിനാണ് അക്യൂസ്ഡ് ആയിരിക്കുന്നത്? ഇനി അക്യൂസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റം ആരോപിക്കുക എന്നുള്ളതാണ് കേട്ടോ. The mayor accuses Hodgcom of picking up the lost പോക്കറ്റ് ബുക്ക്. ഈ പോക്കറ്റ് ബുക്ക് എടുത്തിട്ടുള്ളത് ഹോച്ച്കം ആണെന്നുള്ള ഒരു കുറ്റം അദ്ദേഹത്തിന്റെ മേലെ വരികയാണ്. ഹി വാസ് അക്യൂസ്ഡ്. ഹോച്ച്കം is shocked and denies the charge. ഹോച്ച്കം ഇത് കേട്ടിട്ട് ആകെ ഷോക്ക്ഡ് ആവാണ്. ആൻഡ് ഞാനല്ല ഇത് ചെയ്തത് എന്ന് അദ്ദേഹം പറയാണ് ചെയ്യുന്നത് കേട്ടോ. ഹീസ് ഡിനൈങ്, അല്ലെ, എതിർക്കുകയാണ്, ഇത് ഞാനല്ല എന്ന് പറയാണ്. അപ്പോഴാണ് അവിടെ മാലൻഡൈന്റെ റോൾ വരുന്നത്. എന്താണ്? നമ്മുടെ മേയർ പറയാണ് മാലൻഡൈൻ, അല്ലെ, മാലൻഡൈൻ നല്ലൊരു എന്താ പറയാ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഹി ഹാസ് സീൻ, അല്ലെ, അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ത്, നിങ്ങൾ ഈ ഒരു പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് മാലൻഡൈൻ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. മാലൻഡൈൻ ഹാസ് റിപ്പോർട്ടഡ് ദാറ്റ് ഹി സോ ഹോച്ച്കം പിക്ക് അപ്പ് സംതിങ് ഫ്രം ദ റോഡ്. എന്തോ ഒന്ന് നിലത്തുനിന്ന് കുനിഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ഹോച്ച്കം എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി എ പീസ് ഓഫ് സ്ട്രിങ് ആൻഡ് ഷോസ് ഇറ്റ് ടു ദ മേയർ. അപ്പം ഹോച്ച്കം വളരെയധികം ഇന്നസെന്റ് ആയിട്ട് പുള്ളി പറയാണല്ലേ, അത് വേറെ ഒന്നും ആയിരുന്നില്ല, ഇറ്റ് വാസ് ജസ്റ്റ് എ പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ള കാര്യം പറയാണ്. ആരും തന്നെയും ആദ്യം ഹോച്ച്കമിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഹോച്ച്കമിന്റെ ബോഡിയിലൊക്കെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഡെസ്പൈറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ നോ വൺ ബിലീവ്സ് ഹോച്ച്കം ഈവൻ ആഫ്റ്റർ ബീങ് സെർച്ച്ഡ് ആൻഡ് ഫൗണ്ട് ഇന്നസെന്റ്. അതായത് മേല് മുഴുവൻ പരിശോധിച്ചു, വേറൊന്നും കിട്ടിയതുമില്ല, അങ്ങനെ അല്ലേ, പുള്ളി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഹി ഈസ് സ്റ്റിൽ സസ്പെക്റ്റഡ് ആൻഡ് ലാഫ്ഡ് അറ്റ് ബൈ അതേഴ്സ്. എല്ലാവരും പുള്ളീനെ തന്നെയാണ് സംശയിക്കുന്നത്. ആൻഡ് എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്. ഓ, അവനല്ലേ ആ ഒരു പോക്കറ്റ് ബുക്ക് എടുത്തെന്നുള്ള പോലെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തൊട്ടടുത്ത ദിവസം ആവാണ്. അതായത് നമ്മുടെ ഹോച്ച്കമിന് മറ്റുള്ളവരെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതിനിടക്കാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് വേറൊരു ഭയങ്കര ഒരു സംഭവം നടക്കുന്നത്. എന്താണ്? The next day, the real pocketbook is returned by a man who has found it and handed it to his employer because he couldn't read. അപ്പം വേറൊരു മനുഷ്യന് എന്ത് ചെയ്യാണ്, ഈ പോക്കറ്റ് ബുക്ക് കിട്ടുകയാണ്. ആൻഡ് ഹി വാസ് അൺഏബിൾ ടു റീഡ്. അദ്ദേഹത്തിന് വായിക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്യാണ്, പുള്ളിയുടെ എംപ്ലോയർക്ക് ആ ഒരു ബുക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ പോക്കറ്റ് ബുക്ക് അദ്ദേഹത്തിന്റെ മുതലാളിക്ക് കൊടുക്കുകയാണ്, ബോസിന് കൊടുക്കുകയാണ് ഇത് ഏൽപ്പിക്കാനായിട്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മേയറിന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്, ഈ ലോസ്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് ബുക്ക് കേട്ടോ. ഹോച്ച്കം is relieved and begins telling everyone the true story. അപ്പോഴാണ് ഹോച്ച്കമ്മിന് ഒന്ന് ശ്വാസം നേരെ വീണത്. കാരണം ഞാനല്ല കുറ്റം ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിന് മറ്റുള്ളവരോട് തുറന്ന് പറയാനുള്ള ചാൻസ് ആയല്ലോ, അല്ലെ. കാരണം വേറെ ഒരാളെ കൊണ്ട് കൊടുക്കുകയാണല്ലോ ഒരു സാധനം വഴിന്ന് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം എല്ലാവരുടെ അടുത്തും പറയാണ്, ഒരു സ്റ്റോറി പറയാണ് കേട്ടോ. However, the people still doubt him, believing he was somehow involved in the theft. അപ്പോൾ എല്ലാവരും എന്താണ്, ഈ ഹോച്ച്കമ്മിനെ വിശ്വസിക്കുന്നില്ല. എല്ലാവരും തന്നെ പറയുന്നത് എന്താണ്, അവൻ എന്തോ ഒരു പങ്ക് അതിലുണ്ട്. മേ ബി എങ്ങനെയായിരിക്കും, അല്ലെ, ഇവർ ഒരുമിച്ച് പ്ലാൻ ഇട്ടിട്ട് ഈ ഒരു സാധനം മോഷ്ടിക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ, അത് പിടിക്കപ്പെടുമെന്നായ സമയത്ത് ഒന്നും അറിയാത്ത പോലെ അത് മേയർ ഏൽപ്പിച്ചു എന്നുള്ള രീതിക്കാണ് പിന്നീട് കഥകളൊക്കെ പരക്കുന്നത്. Hurt by disbelief and humiliation, Hodgcom keeps repeating his innocence to everyone he meets. അപ്പം ഈ ഒരു കാര്യമില്ല, അത് അദ്ദേഹത്തിന് വളരെയധികം ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആകെ നാണക്കേട് ഫീൽ ചെയ്യാണ്. കാരണം ചെയ്യാത്ത കുറ്റത്തിനാണ് മറ്റുള്ളവർ ഈ ഒരു അവനവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ. സോ ആകെ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാണ്. ദ സ്ട്രെസ് ആൻഡ് ഷെയിം ഡിസ്ട്രോയ് ഹിസ് പീസ് ഓഫ് മൈൻഡ്. അങ്ങനെ ആകെ മനസ്സാകെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതേപോലെ തന്നെ അദ്ദേഹം ടാവേണിൽ പോയിട്ട്, അതായത് കാണുന്നവരുടെ മുഴുവൻ ഈ സ്റ്റോറി തന്നെയാണ് പറയുന്നത്. അങ്ങനെ ടാവേണിൽ പോയിട്ട് ഇതേ സ്റ്റോറി ഒന്നുകൂടെ വിശദീകരിക്കുന്ന സമയത്ത് വേറൊരാള്, അല്ലെ, ആരാണ്, ഒരു കുതിരകളെയൊക്കെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ. സോ അയാള് ഈ പറഞ്ഞ നമ്മുടെ മാലൻഡൈൻ്റെ ഒരു ഫ്രണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം മാലൻഡൈൻ നമ്മുടെ ഹാർനസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരു ഹോഴ്സുമായിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ നമ്മുടെ മാലൻഡൈൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അയാൾ പറയാണ്, അല്ലെ, ഓ നീ അങ്ങനെ വലിയ പുണ്യാളനാവൊന്നും വേണ്ട, നിനക്ക് ഇതിൽ നല്ല പങ്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പറയാണ്. അങ്ങനെ ഹോച്ച്കം ആകെ ഡിസ്ട്രസ്ഡ് ആവുകയാണ്, അല്ലെ, ആകെ പുള്ളിക്ക് എന്താ പറയാ, ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. A few months later, still obsessed with proving he didn't steal the pocketbook, Hodgcom dies in misery. വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡിങ്, അല്ലെങ്കിൽ ഒരു ഡെത്തിലേക്ക് നമ്മുടെ ഹോച്ച്കം കടക്കുകയാണ്, അല്ലെ. ഹി ഈസ് ഹാവിങ് ദാറ്റ് ഹെവിനെസ് ഇൻ ഹിസ് ഹാർട്ട്. ഹൃദയത്തിൽ മുഴുവനും ആ ഒരു ഭാരമാണുള്ളത്. എന്ത്, ദാറ്റ് നോ വൺ ഇസ് ബിലീവിങ് ഹിം, അല്ലെ. ഹി ഹാസ് ഡൺ നത്തിങ് റോങ്. ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എല്ലാവരും തന്നെ അക്യൂസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഹെവിനെസ്സോട് കൂടി
that poor man dies. എന്താണ് അദ്ദേഹം മരിക്കുന്ന സമയത്തും കൂടെ പറയുന്നത് എന്താണ്? a little bit of string, a little bit of string, അല്ലേ? your honor, അല്ലെങ്കിൽ അല്ല ആ മേയറിനോട് പറയുന്ന പോലെ പുള്ളി പറയാണ് അല്ലേ, ആ ഒരു ചെറിയ കഷ്ണം നൂല് മാത്രമേ ഞാൻ എടുത്തുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ മരിച്ചു വീഴുന്നത്. സോ ഇത്രയുള്ള ആ ഒരു സ്റ്റോറി വരുന്നത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ ഒന്ന് ഉറപ്പായിട്ടും പറയണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ആൻഡ് കൂടുതൽ ലെസൺസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.